നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? രാത്രി സ്വപ്നം കാണുമ്പോൾ ചിലതെല്ലാം നടന്ന അതേപോലെ തോന്നുമല്ലേ? നമുക്കിന്ന് സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. ഡ്രീം ജേർണലിങ്ങിനെ കുറിച്ച് അറിയാം. വാട്ട് യു ക്യാൻ ലേൺ ഫ്രം ഡ്രീം ജേർണലിംഗ്. ഹാവ് യു എവർ woken up from a vivid dream, wondering what on earth it meant? What if those nighttime narratives are in random, but powerful messages from your deepest self? This video will reveal how decoding your dreams can unlock profound insights into your subconscious, helping you understand yourself in ways you never imagined. Dreams. പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തോന്നും. ഞെട്ടി എഴുന്നേൽക്കും അല്ലേ? അല്ലെങ്കിൽ ചില സ്വപ്നങ്ങളിൽ നമ്മൾ അങ്ങനെ ലയിച്ച് കിടന്ന് ഉറങ്ങി ഉറങ്ങി മണിക്കൂറുകളോളം ഉറങ്ങിപ്പോകും. ചിലപ്പോൾ പകൽ സ്വപ്നം കാണുന്നവരുണ്ടാകാം. അതുമല്ലെങ്കിൽ രാത്രി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടാകാം. നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനെ കുറിച്ച് അറിയാം. കാൾ യുങ്, അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡ്രീംസ് പുസ്തകം പലരുടെ വീട്ടിലും കാണും അല്ലേ? സ്വപ്നങ്ങളെ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? എന്നാൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളായാലോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പാറ്റേൺ ഉണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കളറുകളാണ് കണ്ടത്? അത് ഭാവിയെക്കുറിച്ച് നിങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ. Every night while you sleep, your mind creates secret world filled with symbols and stories. What if these dreams are actually a direct pathway to understanding your true desires, fears, and hidden potential? Join us as we journey into this fascinating realm of dream interpretation, unveiling the hidden meanings that can lead you to incredible self-discovery. അതെ, സ്വപ്നങ്ങൾ സത്യമാണോ? ചിലപ്പോൾ സ്വപ്നങ്ങൾ സത്യമാകാം അല്ലേ? കറക്റ്റായിട്ട് നമ്മൾ ആ പാറ്റേൺ റെക്കോർഡ് ചെയ്യണം. നമ്മൾ എപ്പോഴാണ് സ്വപ്നം കാണുന്നത്? കിടന്ന ഉടനെ സ്വപ്നം കാണോ? ഇല്ല. അത് REM സ്ലീപ്പിലോട്ട് പോകുമ്പോൾ, അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, REM സ്ലീപ്പിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ ഒരു സ്ലീപ്പിൻ്റെ സ്റ്റേജാണ് വെയർ മോസ്റ്റ് ഡ്രീംസ് ഒക്കേഴ്സ് ആൻഡ് ബ്രെയിൻ ഈസ് ഹൈലി ആക്റ്റീവ്. നമ്മൾ അവെയ്ക്കായിട്ടിരിക്കുന്ന ആ ഒരു സമയത്തെ പോലെയാണ് ബ്രെയിൻ അപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മളുടെ കണ്ണുകൾ ശ്രദ്ധിച്ച കാണാം, നമ്മുടെ ഐലിഡ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. യുവർ ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആൻഡ് യുവർ മസിൽസ് ബിക്കം ടെമ്പറലി പാരലൈസ്ഡ്. നമ്മൾ ഈ ഒരു സമയം ബ്രെയിനിൻ്റെ ക്രൂഷ്യൽ നെർവ് സെൽസ് ഇരിക്കുന്നത് പറയും. നമ്മുടെ സെൻസറി റെസ്പോൺസ് കൂടുതൽ ആക്റ്റീവായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു പല കാര്യങ്ങളും. ഇമാജിൻ ഗെയിനിങ് ക്ലാരിറ്റി ഓൺ യുവർ ടഫസ്റ്റ് ഡിസിഷൻ. ഈ സമയത്ത് നമ്മുടെ ടഫസ്റ്റ് ഡിസിഷൻ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുക. അണ്ടർസ്റ്റാൻഡിങ് നാഗിങ് ആങ്സൈറ്റീസ് ഓർ ഈവൻ ടാപ്പിംഗ് ഇൻ ടു അൺടാപ്ഡ് ക്രിയേറ്റിവിറ്റി, all by simply paying attention to your dreams. This video isn't just about what you see at night. It's about using those powerful nocturnal narratives as a tool for profound self reflection and personal growth. Get ready to unlock the secret of your sleeping mind. ഡ്രീംസിന് ധാരാളം ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഉണർന്നിരിക്കുന്ന മനസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നു അതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് വരും. പിന്നെ അത് അൺകോൺഷ്യസ് മൈൻഡിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ഒരു പക്ഷേ നമ്മളുടെ ഡ്രീം പാറ്റേണിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ചില ട്രിക്കുകളാണ് നമ്മൾ ഡ്രീം ജേർണലിലൂടെ ഇന്ന് അൺവെയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡ്രീം ജേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഡേ ടു ഡേ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ജേർണലിങ്ങിന് വേണ്ടി കീപ്പ് ചെയ്യാറുണ്ട്, ഒരു ബുക്ക് കീപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡ്രീം ജേർണൽ. ഒരു ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കോ നമ്മുടെ മൈൻഡ് പോകുന്നു. നമ്മുടെ ഇപ്പോഴും ഡ്രീം എന്താന്ന് ശരിക്കും സയൻറ്റിസ്റ്റിന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ചില സമയത്ത് ചില ഡ്രീംസൊക്കെ കണ്ടാൽ പാരലൈസ്ഡ് ആയി പോണ പോലെ തോന്നില്ലേ? അപ്പോൾ അത്തരം ഡ്രീമുകളെ കുറിച്ച് എഴുതി വയ്ക്കുക. അത് എഴുതി വെക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു നറേറ്റീവ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ആൻഡ് കീപ്പ് ഓൺ റെക്കോർഡിങ് ദെൻ ഫൈനലി വൺ ഡേ ജസ്റ്റ് പ്ലേ ദിസ് ആൻഡ് വാട്ട് ഇറ്റ് കുഡ് ടെൽ അസ്. പലപ്പോഴും പല റിലീജിയനിലും പല കാര്യങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഡ്രീംസ് ക്യാൻ ഡു പ്രോഫസീസ് എന്ന്, ചിലത് പ്രവചിക്കാൻ പറ്റും എന്നുള്ളതല്ലേ. സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡ്രീം ജേർണലിംഗ്? Dreams can influence numerous aspects of our waking life.
They may support your creativity and imagination or trigger or recall something. നമ്മുടെ മെമ്മറീസിന് പലതും റീകോൾ ചെയ്യാൻ പറ്റും. Or reveal information about your emotional well-being. Keeping a dream journal may help you ആ പാറ്റേൺസ് നോട്ടീസ് ചെയ്യാനും കണക്ഷൻസിനെ കോറിലേറ്റ് ചെയ്യാനും ഈ ഡ്രീം ജേണൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ചിലപ്പോൾ ഡ്രീംസിൽ നമുക്ക് പിറ്റേ ദിവസം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് വരെ റിവീൽ ചെയ്ത് കിട്ടാറുണ്ട് ഇല്ലേ? അത്രയും ഡ്രീംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ വൈ കുഡിൻ കീപ് എ ഡ്രീം ജേണൽ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്? ഡ്രീം ജേണൽ നമ്മളെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. വെൻ ഇറ്റ് കംസ് ടു സ്ട്രെസ്ഫുൾ ഇമോഷൻസ് ദാറ്റ് മേ ബി ഹോണ്ടിങ് യുവർ ഡ്രീംസ്, ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു റൈറ്റ് ദം ഡൗൺ ആസ് ഫോം ഓഫ് ലൈക്ക് ഒരു ലെറ്റർ പോലെയോ ഒരു സ്റ്റോറി പോലെയോ അത് എഴുതി വെക്കാവുന്നതാണ് ഡ്രീം ജേണൽസ്. നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ റീകോളിംഗ് പവർ കൂട്ടാനും ഈ ഡ്രീം ജേണൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ്, ഇന്ന് തൊട്ട് ട്രൈ ചെയ്യണം. പുതിയതായിട്ട് കിട്ടിയൊരു ത്രെഡാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം തന്നെ അത് പറയാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. സോ ഹൗ ടു സ്റ്റാർട്ട് എ ഡ്രീം ജേണൽ? ഡിഫറെൻറ്റ് മീഡിയംസ് ഉപയോഗിക്കാം. ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു തിങ്ക് അബൌട്ട് വാട്ട് പീസസ് ഓഫ് ഡ്രീംസ് എക്സ്പീരിയൻസ് ആർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് റെസണേറ്റ് മോസ്റ്റ്ലി വിത്ത് യു. അതുപോലെ നമ്മൾ കാണാത്ത പ്ലേസസ് ഉണ്ടാവും, നമ്മൾ കാണാത്ത പീപ്പിൾ ഉണ്ടാവും, ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവും, ചില കാഴ്ചകൾ ഉണ്ടാവും, ചില ഫീലിങ്സ് ഉണ്ടാവും നമ്മുടെ ഡ്രീമിൽ ജനറേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഡ്രീം ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന പോലെ ഒരു പുസ്തകമായിട്ട് കീപ്പ് ചെയ്യുമൊന്നും വേണ്ട. ചിലപ്പോൾ ഒരു സീനായിരിക്കാം, അത് വരയ്ക്കാം നമുക്ക്. അത് ഡിഫറെൻറ്റ് മീഡിയംസ് ഉപയോഗിച്ച് വരയ്ക്കാം. കളർ നമുക്ക് പാറ്റേൺസ് നമുക്ക് വരയ്ക്കാം. നമ്മളൊരു തെറാപ്പി കൂടെ പോവുകയാണെങ്കിൽ ഇത്തരം പാറ്റേൺസ്, ഇത്തരം ഡ്രീം ജേണൽസ് സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റുകൾ വരെയുണ്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് എ റിമൈൻഡർ ഈച്ച് മോർണിംഗ്. ഒരു മോർണിംഗ് റുട്ടീനാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലെ തന്നെ ഡ്രീം ജേണൽ എന്ന് പറയുന്നത്. റൈറ്റ് ഔട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഡ്രീം യു ഹാഡ്. ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതുക ആ ഡ്രീമിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മളുടെ ഫ്യൂച്ചർ എന്താണെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹിൻഡ് തരാനും ഡ്രീം ജേണലിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും എഴുതി തുടങ്ങാം കേട്ടോ ഡ്രീം ജേണലിംഗ്. ഒരു പുതിയ കോൺസെപ്റ്റാണെന്ന് എനിക്ക് തോന്നി. ഇതറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ഞാൻ ഡ്രീം ജേണലിംഗ് ഒക്കെ ചെയ്യാറുണ്ടെന്ന്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് കിട്ടിയത്. ഞാനും എഴുതി തുടങ്ങാൻ പോവാ. എന്താണ് ഡ്രീംസ് നമ്മളോട് പറയുന്നതെന്ന് അറിയാൻ ഒരു കൗതുകം. ആ പാറ്റേൺസ് വരച്ച് നോക്കാം. ഞാൻ ഇഷ്ടം പോലെ സ്വപ്നം കാണുന്ന ആളാണ്. നിങ്ങളിൽ കേൾക്കുന്ന പലരും ഇതുപോലെ ധാരാളം സ്വപ്നം കാണുന്നവരുണ്ടാകാം. ജസ്റ്റ് ലെറ്റ് us ടുഗദർ റൈറ്റ് ഡ്രീം ജേണൽ. ഹാപ്പി ജേർണലിംഗ്. ചിത്ത.